ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും യൗസപിതാവിൻ്റെ മരണത്തിരുനാളിൻ്റെ നന്മകൾ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. ഈ കഴിഞ്ഞ 4 ദിവസവും യൗസപിതാവിൻ്റെ അരികിലിരുന്ന് നമ്മൾ ആ പാഠശാലയിൽ നിന്ന് പഠിക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. ഈശോ നമുക്ക് യൗസപിതാവിനെക്കുറിച്ച് ഓരോ ചിന്തകൾ പറഞ്ഞു തരികയായിരുന്നു. ഇന്നും നമുക്ക് വീണ്ടും ഈ തിരുനാൾ ദിവസം കുറച്ചുകൂടി അടുത്ത് യൗസപിതാവിൻ്റെ അരികിലിരിക്കാൻ പരിശ്രമിക്കാം. ഈശോ നമ്മെ ഈ തിരുനാളിൽ കൂടുതൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഒരു പിതൃത്വത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് അല്പം ഒന്ന് ധ്യാനിക്കുകയാണ്. യൗസപിതാവ് ആ കരങ്ങളിൽ ഈശോയെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ തിരുസ്വരൂപത്തിനരികിലിരുന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ 4 ദിവസവും ധ്യാനിച്ചത്. നമ്മുടെയൊക്കെ ഭവനങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെയുള്ള യൗസപിതാവിൻ്റെ രൂപങ്ങൾക്കുള്ളൊരു പ്രത്യേകത അവിടുത്തെ കരങ്ങളിൽ ഈശോ ഉണ്ട് എന്നുള്ളതാണ്. യൗസപിതാവിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പേര് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ദൈവം ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പഴയ നിയമം നമുക്ക് പറഞ്ഞു തരുന്നൊരു പേരുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവാണ് ഞാൻ. ഇതാണ് പഴയ നിയമം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. സ്നേഹമുള്ളൊരപ്പൻ്റെ മാറത്ത് ആ മുഖത്തേക്ക് നോക്കി ചേർന്നിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. സ്നേഹമുള്ള പിതാവിൻ്റെ വക്ഷസ്സിലിരിക്കുന്ന ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ കാണുക. ജോസഫിൻ്റെ മകനായ, തച്ചൻ്റെ മകനായ യേശുവിനെയാണ് നമ്മൾ പുതിയ നിയമത്തിലും ധ്യാനിക്കുക. ആ ഒരു തച്ചൻ്റെ മകനെ നമുക്കൊന്ന് ധ്യാനിച്ചു തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു, പഴയ നിയമത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പിതാക്കന്മാരുടെ ദൈവമായിട്ടാണ്. പിതാക്കന്മാരുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നൊരു ദൈവത്തെ നമ്മൾ കാണും. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ ചരിത്രത്തിൽ നമ്മളൊരു ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പനെ പറ്റിച്ച് ചേട്ടനെ ചതിച്ച് നാട് വിട്ടോടുന്ന യാക്കോബ്. ആ യാക്കോബിന് ദൈവം ഇങ്ങനെ ഒരു ദർശനം കൊടുക്കുകയാണ്. ഈ ദർശനത്തിൽ ഈ യാക്കോബ് ദൈവത്തെ കാണുന്നുണ്ട്. വലിയൊരു ഗോവണി, ഭൂമിയെ തൊട്ട് ആകാശത്തെ മുട്ടി നിൽക്കുന്ന വലിയൊരു ഗോവണി. ആ ഗോവണിയുടെ ഏറ്റവും മുകളിൽ ദൈവം ഇങ്ങനെ വലിയ ആയിരക്കണക്കിന് ദൂതന്മാരുടെ മധ്യത്തിൽ സർവ്വപ്രതാപത്തോടെ മഹിമയോടെ എഴുന്നള്ളി നിൽക്കുന്നൊരു കാഴ്ച ഈ യാക്കോബ് കാണുകയാണ്. ഈ ഗോവണിക്ക് മുകളിൽ നിൽക്കുന്ന തേജസ്വിയായ മനുഷ്യൻ ആരാണ് എന്നോർത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഈ യാക്കോബിനോട്, ഈ ചെറുപ്പക്കാരനോട് ദൈവം ഗോവണിക്ക് മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാ: യാക്കോബേ, ഞാൻ നിൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ ഈ കിടക്കുന്ന മണ്ണ് നിനക്കും നിൻ്റെ സന്തതി പരമ്പരകൾക്കുമായി ഞാൻ നൽകും. പ്രിയപ്പെട്ടവരെ, യാക്കോബ് അത്ഭുതപ്പെടുകയാണ്. എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനുമൊക്കെ പറഞ്ഞു തന്ന, ആ കുഞ്ഞുനാളിൽ ഞാൻ കേട്ട ആ ദൈവമാണ് ഈ ഗോവണിക്ക് മുകളിൽ നിൽക്കുന്നത് എന്നുള്ള ആ വലിയ സത്യം തിരിച്ചറിയുന്ന യാക്കോബ് അത്ഭുതപ്പെട്ട് നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം എപ്പോഴും പിതാക്കന്മാരുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നൊരു ദൈവമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ബൈബിളിൽ എത്രയോ വിശുദ്ധരായ അമ്മമാരുണ്ട്. സാറായുടെ കാലം മുതൽ എത്രയോ വിശുദ്ധരായ അമ്മമാർ സഭയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവരുടെ ആരുടെയും പേരിൽ ദൈവം അറിയപ്പെടുന്നതായി നമ്മൾ കാണുന്നില്ല. അവരെല്ലാം ദൈവം അങ്ങേയറ്റം സ്നേഹിച്ചു, അങ്ങേയറ്റം ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ദൈവം എപ്പോഴും പിതാക്കന്മാരിലൂടെ അറിയപ്പെടണം, ആ പിതാക്കന്മാരുടെ സ്നേഹത്തിന് പാത്രീഭൂതനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. ഒരിക്കലും ഞാൻ സാറയുടെ ദൈവമാണ്, ഞാൻ റെബേക്കയുടെ ദൈവമാണ്, ഞാൻ റാഹേലിൻ്റെ ദൈവമാണെന്ന് ദൈവം വിളിച്ചു പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്ന് അറിയപ്പെടാനാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഈ ചരിത്രം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ വലിയ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം സ്വപ്നം കാണുന്നൊരു കാലമുണ്ട്. അങ്ങനെ ദൈവം തൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിനായി മോശയെ തിരഞ്ഞെടുത്ത് അയക്കുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഈ ഭാഗം വായിക്കും. അവിടെ മോശയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്: നീ എൻ്റെ ജനത്തെ മോചിപ്പിക്കണം.
മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് ദൈവം ഈ മോശയെ ധൈര്യപ്പെടുത്തുമ്പോൾ ഈ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാ, ആര് പറഞ്ഞു, അല്ലെങ്കിൽ എന്നോട് ദൈവം സംസാരിച്ചു എന്നൊക്കെ പോയി ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്ന് ഈ മോശ വലിയ ആകുലതയോടെ വലിയ സങ്കോചത്തോടെ ദൈവത്തോട് പറയുമ്പോൾ ദൈവം ഈ മോശയോട് പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, നിങ്ങളുടെ പിതാക്കന്മാരായ ദൈവം എന്നോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞ് നീ പറയണം. എന്നിട്ട് ദൈവം പറയാണ്, എല്ലാ തലമുറ പുരുഷാന്തരങ്ങളിലെല്ലാം ഞാൻ അങ്ങനെ അറിയപ്പെടണം, പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് എല്ലാ പുരുഷാന്തരങ്ങളിലും ഞാൻ അറിയപ്പെടണം. എൻ്റെ പേര് അങ്ങനെ ആയിരിക്കും. എല്ലാ പുരുഷാന്തരങ്ങളിലും എൻ്റെ പേര് പിതാക്കന്മാരുടെ പേരിനോട് ചേർത്തായിരിക്കുമെന്ന് ദൈവം ഈ മോശയോട് സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ദൈവം പിതാക്കന്മാരുടെ ദൈവമായി അറിയപ്പെടാൻ, വണങ്ങപ്പെടാൻ, ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. അത് നമുക്ക് എപ്പോഴും ചേർത്ത് വയ്ക്കാം. ഇന്ന് ഈ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഈ വലിയ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ എപ്പോഴും ചേർത്ത് വയ്ക്കണം, യൗസേപ്പിൻ്റെ ഈശോയെ എന്ന്, യൗസേപ്പിതാവിൻ്റെ ഈശോയെ എന്ന് നമ്മൾ ഈശോയെ വിളിക്കുമ്പോൾ ഈശോയ്ക്ക് അത് അങ്ങേയറ്റ സ്നേഹമാണ്. ഇന്ന് ആഗോള സഭ മുഴുവനും യൗസേപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ഈശോയുടെ അരികിലേക്ക് ഓടിയെത്തുന്ന ദിവസമാണ്. യൗസേപ്പിൻ്റെ അരികിലിരിക്കുന്ന ഈശോയെ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. അത് ഈശോയ്ക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പിതൃത്വത്തിന് ദൈവം ഒരു വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. യൗസേപ്പിതാവിൻ്റെ ചരിത്രം ധ്യാനിക്കുമ്പോൾ ഈശോ യൗസേപ്പിതാവിന് കൊടുത്ത ഏറ്റവും വലിയ ആദരവ് എന്താ, ഏറ്റവും വലിയ ബഹുമതി എന്താ? അതിതാണ്, യൗസേപ്പിതാവിനെ ഈശോ അപ്പാ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. പിതാവേ അപ്പ എന്ന് വിളിച്ചു. അതായത് സ്വർഗപിതാവിൻ്റെ മടിത്തട്ടിലിരിക്കുന്ന ഈശോ തമ്പുരാൻ, ആ സ്വർഗത്തിലെ പിതാവിനെ അപ്പാ എന്ന് വിളിച്ച ഈശോ തമ്പുരാൻ അതേ പേര് ഭൂമിയിലെ ഈ പാവപ്പെട്ട ആശാരിയെ നോക്കി വിളിക്കുകയാണ്. ഈ പാവപ്പെട്ട ആശാരിയെ നോക്കി അപ്പാ എന്ന് വിളിക്കുക. സ്വർഗപിതാവിനെ വിളിച്ച അതേ പേര്, അതേ സ്വരം, അതേ സ്നേഹത്തിൽ ഈശോ യൗസേപ്പിനെ നോക്കി അപ്പാ എന്ന് വിളിച്ചു. ഈ ലോകത്തിൽ യൗസേപ്പിന് കിട്ടിയ ഏറ്റവും വലിയ മഹത്വം ഇതാ, ദൈവം തമ്പുരാൻ തന്നെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെ അപ്പാ എന്ന് വിളിച്ച് മരിക്കുവോളം അപ്പാ എന്ന് വിളിച്ച് ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യൗസേപ്പിന് കിട്ടിയ ഏറ്റവും വലിയ പ്രതിസമ്മാനം. അപ്പോൾ ഈ അപ്പാ എന്നുള്ള വിളി, പ്രിയപ്പെട്ടവരെ, അപ്പാ എന്നുള്ള ആ നാമം അത് മഹത്തായ നാമമാണ്. ദൈവത്തിൻ്റെ നാമം തന്നെയാണ്. ഈ ലോകത്തിൽ ഒരാൾ അപ്പനായി തീരുന്നത് ദൈവം ഈ ലോകത്തിൽ അയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. അപ്പൻ എന്നുള്ള സ്ഥാനം അത് ദൈവത്തിനൊത്ത സ്ഥാനമാണെന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. അതുകൊണ്ടാണ് ഭൂമിയിൽ കർത്താവ് തൻ്റെ 10 കൽപ്പനകളിൽ പറയുന്നുണ്ട്, പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവം തന്ന ഏറ്റവും വലിയൊരു കൽപ്പന ഇതാണല്ലോ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അതിനൊരു പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഭൂമിയിൽ വെച്ച് തന്നെ പ്രതിഫലം കിട്ടുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തൊരു കൽപ്പനയാണ് ഈ മാതാപിതാക്കളോടുള്ള ആദരവ്. അപ്പോൾ മാതാവാവുക അല്ലെങ്കിൽ പിതാവാവുക എന്നുള്ള ആ സ്ഥാനം അത് സ്വർഗീയമാണ്, അത് ദൈവീകമാണ്, അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് യൗസേപ്പിതാവിൻ്റെ ഈ തിരുനാൾ ദിവസം, പിതാക്കന്മാരെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഒരപ്പനാവുക എന്നുള്ള സ്ഥാനം, അതിൻ്റെ മഹത്വം എത്രയുണ്ട് എന്ന് എല്ലാ പിതാക്കന്മാരും തിരിച്ചറിയണം. ഒരപ്പന് വലിയൊരു സ്ഥാനം ഒരു കുടുംബത്തിനുണ്ട്. ഒരു പിതാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന എല്ലാവരും ആത്മീയ പിതാക്കന്മാരാകട്ടെ, ദേവാലയത്തിലെ വികാരി അച്ഛന്മാർ, ഇവരെല്ലാം ആ പിതൃത്വത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അവർക്കെല്ലാം വലിയ മഹത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ വലിയൊരു സ്ഥാനത്തേക്കാണ് ദൈവം അവരെ ഉയർത്തിയിരിക്കുക. ആ സ്ഥാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ പിതാക്കന്മാരുടെയും എല്ലാ അപ്പന്മാരുടെയും കടമ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ തിരുനാൾ നമുക്ക് തരുന്നുണ്ട്. യൗസേപ്പ് അങ്ങനെ ആ പിതൃത്വത്തിൻ്റെ ആ മഹനീയത തിരിച്ചറിഞ്ഞൊരപ്പനാണ്. തൻ്റെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്ന കുഞ്ഞ് തൻ്റെ കുഞ്ഞല്ല, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞൊരപ്പൻ, അതാണ് യൗസേപ്പിതാവ്. ഭൂമിയിലുള്ള എല്ലാ അപ്പന്മാർക്കും യൗസേപ്പിതാവ് തരുന്നൊരു പാഠമാണത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളാരും നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ഒരു ചിന്ത യൗസേപ്പിതാവ് ഈ തിരുനാളിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ മക്കളായിട്ട് കണ്ടു തുടങ്ങണം. നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ തീരുമാനം കൊണ്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്നതല്ല അവർ, മറിച്ച് ദൈവത്തിൻ്റെ
തീരുമാനത്തിൻ്റെ ഫലമായി, ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് ഓരോ കുഞ്ഞും എന്നുള്ള ഒരു ചിന്ത ഈ തിരുനാളിൽ യൗസേപ്പിതാവ് നമുക്ക് തരികയാണ്. അപ്പോൾ ആ പിതൃത്വത്തിന് വലിയൊരു സ്ഥാനം കൊടുക്കുക, പിതൃത്വത്തെ ആദരവോടെ കാണാൻ യൗസേപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിതാവ് എന്നുള്ള അപ്പൻ ഈശോയ്ക്ക് എന്താ കൊടുത്തേ? അതൊരു ചോദ്യമാണ്. ഈശോയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താണ് യൗസേപ്പിതാവ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. യൗസേപ്പിതാവിന് ഈശോയ്ക്ക് വലിയ സമ്പത്ത് കൊടുക്കാനോ, വലിയ സൗകര്യങ്ങൾ കൊടുക്കാനോ, വലിയ മാളിക പണിത് കൊടുക്കാനോ, നല്ലൊരു ഭക്ഷണം കൊടുക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടാവില്ല. അത്രയും ദാരിദ്ര്യത്തിൽ, സാധാരണത്വത്തിലാണ് യൗസേപ്പിതാവ് ജീവിച്ചത്. പക്ഷേ യൗസേപ്പിതാവ് ഈശോയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ കാര്യം ഈശോയ്ക്കൊരു അന്തസ്സ് കൊടുത്തു എന്നുള്ളതാണ്. ഒരപ്പൻ എന്ന നിലയിൽ യൗസേപ്പിതാവ് ഈശോയ്ക്കൊരു അന്തസ്സ് കൊടുത്തു. എവിടെയും തല ഉയർത്തി നിൽക്കാൻ തക്ക വിധത്തിൽ എൻ്റെ അപ്പനാണിത്, എൻ്റെ അമ്മയാണിത് എന്ന് ഈശോയ്ക്ക് മരിക്കുവോളം അന്തസ്സോടെ തല ഉയർത്തി നിന്ന് പറയാൻ തക്ക വിധത്തിലുള്ള ഒരു അന്തസ്സുള്ള ജീവിതം യൗസേപ്പിതാവ് നയിച്ചു എന്നുള്ളതാണ് യൗസേപ്പ് എന്ന അപ്പൻ്റെ മഹത്വം. ഭൂമിയിലുള്ള എല്ലാ പിതാക്കന്മാർക്കും, എല്ലാ അപ്പന്മാർക്കും പ്രിയപ്പെട്ടവരെ ഉള്ള ഒരു വലിയ പാഠമാണിത്. അവരുടെ മക്കൾ, അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ ആത്മീയ മക്കളാകാം, ശാരീരികമായിട്ട് ജനിച്ച മക്കളാകാം. ആ മക്കൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം, മരിക്കുവോളം പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അപ്പനാണിത്, ഞങ്ങളുടെ ആത്മീയ പിതാവാണിത്, ഞങ്ങളുടെ മെത്രാനാണിത്, ഞങ്ങളുടെ വികാരിയച്ഛനാണിത്, എൻ്റെ അപ്പനാണിത് എന്ന് തല ഉയർത്തി പറയാൻ തക്ക വിധത്തിലുള്ള ഒരു സ്ഥാനമഹിമ, ഒരു മഹത്വം ഒരപ്പനുണ്ടായാൽ, ഒരു അപ്പൻ ആർജിച്ചെടുത്താൽ പ്രിയപ്പെട്ടവരെ, ആ അപ്പൻ ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്വമുള്ള കാര്യം അതായിരിക്കും. അങ്ങനെ അറിയപ്പെടാൻ, അങ്ങനെ മഹത്വമുള്ളൊരു അപ്പൻ്റെ ദൈവമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെ അന്തസ്സുള്ള ഒരു വൈദികൻ്റെ ദൈവമായി, അങ്ങനെ അതേ മഹത്വത്തിൽ ജീവിക്കുന്ന ഒരു മെത്രാനച്ഛൻ്റെ ദൈവമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ള ഒരു ധ്യാന വിചാരം ഈ തിരുനാൾ ദിവസത്തിൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യൗസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതുതന്നെയാണ്. അന്തസ്സുള്ള ഒരു ജീവിതം, ഏത് ജീവിതാവസ്ഥയിലായാലും അന്തസ്സ് മക്കൾക്ക് സമ്മാനിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ യൗസേപ്പ് നമുക്ക് തരുന്നുണ്ട്. പഴയ നിയമത്തിലെല്ലാം നമ്മൾ കാണുന്ന പിതാക്കന്മാർക്ക് ദൈവത്തോടൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഒക്കെ വലിയൊരു ദൈവബന്ധമുള്ള മനുഷ്യരായിരുന്നു. നമ്മൾ മംഗളവാർത്തയുടെ നാളിൽ പരിശുദ്ധ അമ്മയോട് സ്വർഗ്ഗം സംസാരിക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ. അത്യുന്നതൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും, ദാവീദിൻ്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും, യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേൽ അവൻ ഭരണം നടത്തും. അപ്പോൾ വലിയ വിശ്വാസം, ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്ന ചില പിതാക്കന്മാരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഈശോയെ അവതരിപ്പിക്കുന്നതെല്ലാം. അപ്പോൾ വലിയ ദൈവബന്ധമുള്ള പിതാക്കന്മാരുടെ ദൈവമായിട്ട് അറിയപ്പെടാൻ കൂടി നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ തലമുറയിൽ ഈ ദൈവബന്ധമുള്ള പിതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നൊരു കാലമാണ്. അതെല്ലാ തുറകളിലും, എല്ലാ ജീവിതാന്തസ്സുകളിലും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഈ അടുത്ത നാളിൽ ഞാനൊരു യാത്രക്കിടയിൽ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെയുള്ള മെച്ചപ്പെട്ടൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. യാത്രക്കിടയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ഇടവന്നതാണ്. ഞാൻ ലോവേലൊന്നുമല്ല, അപ്പം ഞാനൊരു അച്ഛനാണെന്ന് ഈ പയ്യനെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മുന്നേ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ ജോലി ചെയ്യുന്ന ഇടവകയുടെയൊക്കെ വളരെ അടുത്തുള്ളൊരു ഇടവകയിലാണ് ഈ പയ്യൻ്റെയും സ്ഥലം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന പള്ളിയാണോ ഇടവക എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു ആ പള്ളിയായിരുന്നു എൻ്റെ ഇടവക, പക്ഷേ ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല, എനിക്ക് വിശ്വാസമൊന്നുമില്ല, ദൈവമില്ല ചേട്ടാ എന്ന് അവനിങ്ങോട്ട് വളരെ കട്ടായി ഇങ്ങോട്ട് തുറന്നു പറയുകയാണ്. ദൈവമൊന്നുമില്ല, സയൻസാണ്, ഇതെല്ലാം മനുഷ്യൻ്റെ പൊട്ടത്തരങ്ങളാണ് എന്ന് പറഞ്ഞ് എന്നോടിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു, ചേട്ടൻ്റെ വീടൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു എന്ത് ചെയ്യുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു അച്ഛനാണെന്ന് പറഞ്ഞു. ഉടനെ അവന് ഐടാന്നായിപ്പോയി. കാരണം ഞാനൊരു അച്ഛനാണ് എന്നുള്ള ചിന്ത അവൻ ചിന്തിച്ചിരുന്നില്ല ഒരിക്കലും. ഉടനെ അവൻ പറഞ്ഞ് അവൻ്റെ നാവിൽ നിന്ന് വന്നൊരു കമൻറ്റ് ഇങ്ങനെയാണ്, ഇത് ഞാനീ പറഞ്ഞ കാര്യം എനിക്ക് വിശ്വാസമില്ലെന്നും ഞാൻ പള്ളിയിൽ പോയിട്ടൊരു 8 വർഷമായെന്നുള്ള കാര്യം അച്ഛനോട് തന്നെ പറയണമായിരുന്നു എന്ന് അവൻ വളരെ രസകരമായിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള ചില വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയ ഒത്തിരി പേരെ കണ്ടുമുട്ടുന്നൊരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ പയ്യനോട് ചോദിച്ചു, മോനെ നിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് നിൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസം വഴിയൊക്കെ എന്ന് പറയാം. അപ്പോൾ ഉടനെ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ അപ്പൻ
അങ്ങനെ പള്ളിയിൽ പോയിട്ട് വർഷങ്ങളായി, അങ്ങനെ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥനയില്ല. അങ്ങനെ വലിയൊരു നിരീശ്വര വിശ്വാസിയാണ്. ഒത്തിരി വായിച്ച് ഒത്തിരി നല്ല അറിവുണ്ട്. എൻ്റെ അപ്പൻ അറിഞ്ഞുകൂടാത്ത അറിവുകളൊന്നുമില്ല. ആ വായിച്ച പുസ്തകങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം എത്തിയൊരു നിഗമനമാണ്, ദൈവമൊന്നുമില്ല, സയൻസേ ഉള്ളൂ. പിന്നെ കുറച്ച് നന്മയൊക്കെ ചെയ്ത് ജീവിക്കുക, ഉപകാരമൊക്കെ ജീവിക്കുന്ന കാലത്ത് പറ്റുന്നവർക്കൊക്കെ ചെയ്തു കൊടുക്കുക. എൻ്റെ അപ്പൻ അങ്ങനെയാണ്, അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ തൻ്റെ അപ്പനെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. അവനും പള്ളിയിൽ പോയിട്ട് 5-8 വർഷമായി, ദൈവം ഇല്ലെന്ന് തന്നെ അവൻ വിശ്വസിക്കുന്നു. അങ്ങനെ അതേ ട്രാക്കിലേക്ക് വരികയാണ്. അപ്പോൾ പിതാക്കന്മാർക്ക്, അപ്പന്മാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്ക്, പ്രത്യേകിച്ച് ആൺമക്കൾക്ക് വിശ്വാസവും ജ്വലിക്കുകയുള്ളൂ. അവർ വിശ്വാസത്തിലേക്ക് എത്തുകയുള്ളൂ, അവർ ദൈവത്തെ കണ്ടെത്തുകയുള്ളൂ. അപ്പൻ ദൈവത്തെ കണ്ടെത്തിയില്ലെങ്കിൽ ഒരിക്കലും മകൻ ദൈവത്തെ കണ്ടെത്തുകയില്ല. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ. അനേകം വ്യക്തികളുടെ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ അനേകം മക്കളുടെ ജീവിതം അടുത്ത് കാണാനൊക്കെ ഇടവന്നപ്പോൾ എനിക്ക് തിരിച്ചറിവുണ്ടായൊരു കാര്യമാണത്. ദൈവത്തെ കണ്ടുമുട്ടിയ അപ്പന്മാരുള്ള വീട്ടിലെ മക്കൾക്ക് മാത്രമേ ഈ തലമുറയിൽ ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ദൈവം പിതാക്കന്മാരുടെ ദൈവമായി ഞാൻ എല്ലാ തലമുറയിലും അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ അത് എല്ലാ പിതാക്കന്മാർക്കും ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ കാലത്ത്, നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് ആ ദൈവം നിങ്ങളിലൂടെ അറിയപ്പെടുന്നുണ്ടോ? ആ ദൈവം നിങ്ങളിലൂടെ ആരാധിക്കപ്പെടുന്നുണ്ടോ? ആ ദൈവം നിങ്ങളിലൂടെ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഓരോ അപ്പന്മാരോടും ഈ നല്ല അപ്പൻ്റെ മരണത്തിരുനാളിൽ ഈശോ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ആത്മാവിൽ എല്ലാ പിതാക്കന്മാരും ഇന്ന് ചോദിക്കട്ടെ, ഈ മരണത്തിരുനാളിൽ ചോദിക്കട്ടെ. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ മക്കളിൽ നിലനിൽക്കുക. നമ്മുടെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയൊരു വിശുദ്ധനാണല്ലോ വിശുദ്ധ പാദ്രെ പിയോ. ഈ പാദ്രെ പിയോയുടെ ജീവിതത്തിലെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം തൻ്റെ വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തി മരണത്തോടടുത്ത നാളുകളിൽ പാദ്രെ പിയോ വലിയ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ തിങ്ങിക്കൂടിയിരുന്ന, അത്രയും പോപ്പുലറായിട്ടുള്ള ഒരു, ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധനായിട്ടൊക്കെ കണക്കാക്കിയിരുന്ന ഒരു പുരോഹിതനാണ് അദ്ദേഹം. തൻ്റെ ജീവിതത്തിൻ്റെ ആ മരണത്തോടടുത്ത നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് വായിക്കുക. അദ്ദേഹം ഒരു യൗസേപ്പിതാവിൻ്റെ രൂപം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുറിയുടെ അടുത്ത് കൊണ്ട് സ്ഥാപിക്കാനായിട്ട് തൻ്റെ പ്രിയപ്പെട്ട സഹസന്യാസിമാരോട് പറഞ്ഞു. അവരങ്ങനെ ചെയ്തു. ഒരു യൗസേപ്പിതാവിൻ്റെ ചിത്രം ഈ പാദ്രെ പിയോയുടെ മുറിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അദ്ദേഹം തീരെ വയ്യാണ്ടൊക്കെ ആയ കാലത്ത് എല്ലാ ദിവസവും ഈ രൂപത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് യൗസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഈ കൂടെയുള്ള സന്യാസിമാർ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ച കുഞ്ഞു പ്രാർത്ഥനകൾ, ലളിതമായ പ്രാർത്ഥനകൾ, അതുമാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ കടന്നു പോകേണ്ട നാളുകളിൽ അദ്ദേഹത്തിൻ്റെ നാവിലുണ്ടായിരുന്നുള്ളൂ എന്നും ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. പിതാക്കന്മാർ സമ്മാനിക്കുന്നതെല്ലാം ഒരു വ്യക്തിയുടെ മരണം വരെ നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം യൗസേപ്പിതാവ് എന്ന് പറയുന്ന അപ്പൻ, ആ പുണ്യപിതാവ്, അദ്ദേഹം നല്ല ഒരു അമ്മ കൂടിയായിരുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് യൗസേപ്പ് തരുന്നുണ്ട്. അമ്മയെപ്പോലൊരപ്പൻ, അതായിരുന്നു യൗസേപ്പിതാവ്. സ്വർഗത്തിലുള്ള പിതാവായ ദൈവവും ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണല്ലോ. സ്വർഗത്തിലുള്ള പിതാവ് ഒരിക്കലും ഒരു പൗരുഷത്തിൻ്റെ ഒരു പ്രതീകം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ വലിയൊരു മാതൃത്വത്തിൻ്റെ പ്രതീകം കൂടിയാണ് ദൈവമായ കർത്താവ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമെന്ന് ഒക്കെ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോഴും മറുവശത്ത് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അമ്മയെപ്പോലെ ലാളിക്കും, ഞാൻ നിങ്ങളെ അമ്മയെപ്പോലെ മടിയിലിരുത്തുമെന്നൊക്കെ പറഞ്ഞ് ഒരു മാതൃത്വത്തിൻ്റെ എല്ലാ വാത്സല്യവും നിറഞ്ഞു തുളുമ്പുന്ന ഒരു അപ്പനായിട്ട് കൂടിയാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുക. ഈ നസ്രത്തിലെ ഈ നല്ല തച്ചനിൽ, യൗസേപ്പിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകതയാണ് അദ്ദേഹം പൗരുഷത്തിൻ്റെ വലിയ ധീര പിതാവായിട്ട് നിൽക്കുമ്പോഴും വളരെ തൻ്റെ ഇടത്തോടെ ഒരു രാജാവും സൈന്യവും തൻ്റെ കുടുംബത്തിനെതിരെ വരുമ്പോഴും ധൈര്യത്തോടെ ഈ കുടുംബത്തെയും കൊണ്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ തക്കവിധം ഒരു ധൈര്യം ജോസഫ് ആർജിച്ചെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അത്രയും വലിയ പൗരുഷത്തിൻ്റെ ചങ്കൂറ്റമൊക്കെ ഈ അപ്പൻ കാണിക്കുന്നതോടൊപ്പം ഏറ്റവും വാത്സല്യത്തോടെ ഉണ്ണിയെ എടുക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന ഒരു യൗസേപ്പ് സുവിശേഷങ്ങളിലുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പരിചയപ്പെടുത്തിയ യൗസേപ്പിതാവിൻ്റെ ഒരു സുന്ദരമായ ചിത്രമുണ്ടല്ലോ. മാതാവ് ഉറങ്ങിപ്പോയ സമയത്ത്
ആ മാതാവ് ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ണീശോ ഉണരുന്നു. അപ്പോൾ ഉണ്ണീശോയെ കരങ്ങളിലെടുത്ത് മാതാവിൻ്റെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉണ്ണീശോയെ മടിയിലിരുത്തി ഇങ്ങനെ അമ്മ ഉറങ്ങട്ടെ കുഞ്ഞേ എന്ന് പറഞ്ഞ് ഉണ്ണീശോയെ ഇങ്ങനെ മടിയിലിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യൗസേപ്പിതാവിൻ്റെ രൂപം ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മയെപ്പോലെ മടിയിലിരുത്തി കുഞ്ഞിനെ ലാളിക്കുന്ന ഒരു അപ്പൻ ജോസഫിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം നമ്മൾ ജീവിക്കുന്ന ഈ തലമുറ അമ്മമാരില്ലാണ്ടാകുന്ന ഒരു തലമുറ കൂടിയാണ്. അതുകൂടി ഈ ദിനത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല അമ്മമാർ കുറഞ്ഞു വരുന്നൊരു തലമുറ. യൗസേപ്പിതാവ് പറയുകയാണ്, ഒരപ്പനിൽ പോലും ഒരു അമ്മയുടെ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. ഓരോ അപ്പനും അമ്മയാകാനുള്ളൊരു വിളി കൂടിയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അതായത് അത്രമാത്രം ഈ ലോകത്തിന് മാതൃത്വം ആവശ്യമാണ്, മാതൃത്വത്തിൻ്റെ ഗുണങ്ങൾ ആവശ്യമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി യൗസേപ്പിതാവ് തരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ടിട വന്നു. 5-8 മക്കളുള്ളൊരു കുടുംബത്തിലെ അപ്പനാണ് മരിച്ചിരിക്കുക. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, ഒരു 10-90 വയസ്സ് കഴിഞ്ഞാണ് ഈ അപ്പൻ മരിക്കുക. അത്രയും കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയൊരപ്പൻ, ഒരു നല്ല അപ്പൻ. ഈ അപ്പൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ പോകാൻ ഇടവന്നു. അപ്പോൾ ഈ അപ്പച്ചൻ്റെ ജീവിതം എനിക്കറിയാം. ഈ അപ്പന് 5-8 മക്കളുണ്ട്. അതിൽ 7 മക്കളും പെൺകുട്ടികളാണ്, ഒരാൺകുട്ടിയും ബാക്കി 7 പെൺകുട്ടികളുമുള്ളൊരു കുടുംബം. വളരെ സാധാരണമായ നാട്ടിൻപുറത്തെ ഏറ്റവും ലളിതമായ സാഹചര്യത്തിലൊക്കെ ജീവിച്ചൊരു കുടുംബം. ആ കുടുംബം ഈ കുഞ്ഞുങ്ങൾ ദൈവം തന്ന മക്കളെയൊക്കെ സ്വീകരിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ആ കുടുംബത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായി. അവർ ഒരുമിച്ചുള്ള ഒരു യാത്രയിൽ, ഒരു വേളാങ്കണ്ണി യാത്രയ്ക്ക് പോയതാണ്. ഈ യാത്രയ്ക്കിടയിൽ ഈ കുടുംബത്തിലെ അമ്മയും ഒരു കുഞ്ഞും വലിയൊരു അപകടം ഉണ്ടായി. ആ അമ്മയും കുഞ്ഞും മരിക്കുകയാണ്. ബാക്കിയുള്ള കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ ഈ കുടുംബം പെട്ടെന്ന് അമ്മയില്ലാത്തൊരു അനാഥത്വത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ 5-6 പെൺകുട്ടികൾ, പല പ്രായത്തിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾ, ഒരു ആൺകുട്ടിയും ഈ അപ്പൻ്റെ ചുമലിലേക്ക് വരികയാണ്. വീടിൻ്റെ ഭാവി, വീടിൻ്റെ വളർച്ച, ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച, പരിശീലനം, ഇതെല്ലാം ഈ അപ്പൻ്റെ ചുമലിൽ എത്തുകയാണ്. ഈ 5-6 പെൺകുട്ടികളെ ഈ അപ്പൻ തന്നെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ ഒരു യൗവനത്തിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ, ഈ മകന് യൗവനത്തിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ മകന് വിവാഹം കഴിച്ചവന് 2 പെൺകുട്ടികളുണ്ടായി. അവസാനം ഈ ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ക്യാൻസർ ബാധിച്ച് ഈ ഏക മകനും മരിച്ചു പോവുകയാണ്. ഈ മകൻ്റെ 2 പെൺകുഞ്ഞുങ്ങളും ഈ അപ്പൻ്റെ ചുമലിലായി. ഈ അപ്പനാണ് പിന്നീട് ഇവരെല്ലാം വളർത്തിയതും പഠിപ്പിച്ചതും വിവാഹം കഴിപ്പിച്ചയച്ചതുമല്ല. അങ്ങനെ ജീവിതത്തിൻ്റെ വലിയ അധ്വാനങ്ങളൊക്കെ പൂർത്തിയാക്കി 10-100 വയസ്സെടുക്കാറായപ്പോൾ ഈ അപ്പൻ മരിച്ചു. ഈ അപ്പൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കാണ് ഞാൻ പോയത്. ഞാൻ പോയ സമയത്ത് ഈ അപ്പൻ്റെ ഇളയ മകള് അവർ ഈ ഓഫീസൊക്കെ ചൊല്ലി ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് അപ്പനും അമ്മയുമായിരുന്നു. ഞങ്ങൾ 8 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചു പോയത്. പിന്നീട് ഇങ്ങോട്ട് ഞങ്ങളെ വളർത്തിയതും പരിശീലിപ്പിച്ചതും എല്ലാം ഈ അപ്പനാണ്. ഞങ്ങൾ 5-6 പെൺമക്കളുള്ളൊരു വീട്. ആ വീടിൻ്റെ എല്ലാ ഭാരവും, ആ പെൺകുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഞങ്ങളെ വളർത്തിയതും പരിശീലിപ്പിച്ചതും എല്ലാം ഞങ്ങളുടെ അപ്പനാണ്. അതുമാത്രമല്ല, എൻ്റെ ആങ്ങളയ്ക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. അവരുടെ കാര്യവും എല്ലാം അവരെ വളർത്തി വലുതാക്കി. അവർക്ക് 2-3 ഒക്കെ വയസ്സുള്ളപ്പോഴാണ് ഈ ഏക മകൻ മരിച്ചു പോവുക. ആ കുഞ്ഞുങ്ങളെയും പിന്നീട് വളർത്തി അവരെ പരിചരിച്ച് പഠിപ്പിച്ച് വലുതാക്കി വിവാഹം കഴിപ്പിച്ച് അയച്ചു ഈ അപ്പൻ. എന്നിട്ടാണ് ഈ അപ്പൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കി നിത്യതയിലേക്ക് കടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, എന്തൊരു ധന്യമായ ജീവിതമാണ്. ആ മക്കൾ, ഈ അപ്പൻ കടന്നുപോയി കഴിയുമ്പോൾ നന്ദിയോടെ അപ്പനെ ഓർത്ത് പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് അപ്പനും അമ്മയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാതൃത്വ ഗുണമുള്ള പിതൃത്വം കൂടി വളർത്തിയെടുക്കാനുള്ളൊരു വിളി ഈ കാലഘട്ടത്തിൽ യൗസേപ്പിതാവ് എല്ലാ കുടുംബങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിതാക്കന്മാരുടെ ദൈവം എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെ പിതാക്കന്മാരുടെ ദൈവമായിട്ട് അറിയപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അങ്ങനെ യൗസേപ്പിതാവിനെ പോലെ നല്ല പിതാക്കന്മാരുള്ള കുടുംബങ്ങൾ നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ തിരുനാൾ ദിനത്തിൽ യൗസേപ്പിതാവിൻ്റെ വലിയ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ള ഭർത്താക്കന്മാരെ, പിതാക്കന്മാരെ, ആൺമക്കളെയൊക്കെ നമുക്ക് ഇന്ന് പ്രത്യേകമായി യൗസേപ്പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കാം. ഒപ്പം ഇന്ന് നന്മരണ മധ്യസ്ഥൻ്റെ തിരുനാളാണല്ലോ. ആ നന്മരണ മധ്യസ്ഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഈ സമയം, ഇന്ന് ഈ പകലും രാത്രിയും ഒക്കെ മരിക്കുന്നവർക്ക് വേണ്ടിയും യൗസേപ്പിതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം മരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നിരന്തരം എല്ലാ ദിവസവും യൗസേപ്പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് ഈ തിരുനാൾ കാരണമായി തീരട്ടെ.
നമ്മുടെ കുടുംബത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ചില മേഖലകളെക്കുറിച്ചൊക്കെ ഒന്ന് ധ്യാനിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതെല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് യൗസേപ്പിതാവിന് ഭരമേൽപ്പിക്കാം. നമ്മുടെ കുടുംബനാഥന്മാരെ ഒക്കെ നമുക്ക് യൗസേപ്പിതാവിന് ഭരമേൽപ്പിക്കാം. നമുക്കൊരു നിമിഷം യൗസേപ്പിലേക്ക് തിരിയാം. ഇത് യൗസേപ്പിൻ്റെ യുഗമാണ്. മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഇത് യൗസേപ്പിൻ്റെ യുഗമാണ്. നമുക്ക് മറഞ്ഞിരിക്കുന്ന ഈ നിധിയെ വീണ്ടും കണ്ടുപിടിക്കാം. ഈ കാലഘട്ടത്തിൽ യൗസേപ്പ് മറനീക്കി പുറത്തേക്ക് വരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ യൗസേപ്പ് നിറയട്ടെ. നമുക്കതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് യൗസേപ്പിലേക്ക് പോകാം. അവൻ പറയുന്നത് പോലെ ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ വാസസ്ഥലത്തിൻ്റെ താക്കോൽ ഇന്ന് ഞാൻ നിനക്ക് തരുന്നു. ഞങ്ങൾക്ക് ദോഷകരമായ എല്ലാ കാര്യങ്ങളും നീ പൂട്ടുക. ഈശോയുടെയും മറിയത്തിൻ്റെയും ഹൃദയത്തിൽ എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ബന്ധിച്ച് നിർത്തുക. നസ്രത്തിലെ വിശുദ്ധ ഭവനത്തിലെ നിങ്ങളുടെ ദിനങ്ങൾ പോലെ ഞങ്ങളുടെ ദിനങ്ങളുമായിരിക്കുവാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ.